സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, ഞാനാണെങ്കിൽ ഇന്ന് എൻ്റെ വീട് മുഴുവനൊന്ന് കാണിക്കാൻ പോവാ. എന്നുവെച്ചാൽ ചെറിയൊരു ഹോം ടൂറായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇത് നമ്മുടെ ലക്ഷറി ആയിട്ടുള്ളൊരു വീടാണ്. ഗൈസ്, നമ്മുടെ വീടിൻ്റെ പുറത്ത് ഞാൻ കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നുമില്ല. ഒരു ചെറിയൊരു ഗ്യാരേജ് പോലെ നമ്മുടെ വണ്ടിയൊക്കെ കയറ്റി ഇടാനുണ്ട്. നമുക്ക് അകത്തോട്ട് പോവുകയാണെങ്കിൽ ഗൈസ്, ഇത് അകത്തോട്ട് ഭയങ്കരമായിട്ടല്ല നല്ല സ്ഥലമുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ സോഫയൊക്കെ ഇട്ടിരിക്കുക. പക്ഷേ ഇവിടെ ടി വിയും കാര്യങ്ങളൊന്നും, ടി വി എല്ലാം ഫുള്ള് നമ്മുടെ റൂമിൽ. ഗൈസ്, പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് ചെറിയ എന്താ പറയുന്നത് ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടേപ്പുണ്ട്. ടേബിള് പിന്നെ ഇരിക്കാനായിട്ട്, പിന്നെ കിടക്കാനും നിൽക്കാനും ഇരിക്കാനും ഉള്ള എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ വിഷയം സാധനം. ഞാൻ ഈ സ്റ്റെപ്പൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഈ ഗെയിമിലാണ് ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഗൈസ്, പിന്നെ നമ്മുടെ വീടിൻ്റെ മേളോട്ട് വന്ന് നോക്കുവാണെങ്കിൽ മേളിലാണ് റൂം മൊത്തം. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് ഗൈസ്. അവിടെ ആ കാണുന്നതാണ് റൂം. ഇത് മൊത്തത്തിൽ ഒരു 4 റൂമും കണ്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു തിയേറ്റർ കണക്കാണ് ഗൈസ്. പിന്നെ എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫുൾ റൂമിലും എ സി ഉണ്ട്. അതാണ് മെയിൻ കാര്യം. പിന്നെ നമുക്ക് 2 വഴികളൊക്കെ ഒരു റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലോട്ട് പോകാൻ ഗൈസ്. പിന്നെ ഈ റൂമിലാണെങ്കിൽ ബാൽക്കണിയൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇറങ്ങി നിന്നൊക്കെ കാണാൻ പറ്റും ഗൈസ്. ഈ റൂമിലും ഉണ്ട് നമ്മുടെ എ സിയും തിയേറ്ററും കാര്യങ്ങളൊക്കെ. തിയേറ്റർ എന്ന് പറഞ്ഞാൽ വലിയ തിയേറ്ററൊന്നുമല്ല, ചെറിയ തിയേറ്ററാണ്. വലിയ തിയേറ്ററൊന്നും വെക്കാൻ സ്ഥലമില്ല ഗൈസ്. ഞാൻ പറഞ്ഞതായി ഈ ബാൽക്കണിയാണ്. ഈ ബാൽക്കണിയുടെ താഴെ കാണുന്നതെന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂളാണ് ഗൈസ്. നമ്മുടെ വീടിൻ്റെ സ്വിമ്മിംഗ് പൂള്. ഈ സ്വിമ്മിംഗ് പൂളെന്ന് വെച്ചാൽ മെയിൻ സാധനമാണ് ഗൈസ്. സ്വിമ്മിംഗ് പൂളൊന്നും ഞാൻ ഇതുവരെ ഒരു ഗെയിമിൽ ഞാൻ കണ്ടിട്ടില്ല. ഹൗസ് എടുത്തതിനകത്ത് ഞാൻ ഈ ഗെയിം മാത്രമേ സ്വിമ്മിംഗ് പൂള് കണ്ടിട്ടുള്ളൂ. സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ എന്ന് വെച്ചാൽ മീറ്റപ്പ് ചെയ്യാനൊക്കെ സാധനങ്ങളുണ്ട് ഗൈസ്. ഇതുവഴിയാണ് നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകുന്ന വഴി. പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു റൂമുണ്ട്. ഈ റൂമാണ് ഗൈസ് എൻ്റെ റൂം. കണ്ടോ ഗൈസ്, നമ്മൾ ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗെയിമിംഗ് ചെയറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ അതായത് എ സി ഉണ്ട്, പിന്നെ ഫാനുണ്ട്. എല്ലാ റൂമിലും എ സി ഫാനും ഉണ്ട്. എൻ്റെ ബാൽക്കണി നോക്കുവാണെങ്കിൽ നമ്മൾ താഴെ ഇട്ടതുപോലെ കണക്ക് ചെയറൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ്, എൻ്റെ റൂമിനകത്ത് ഇച്ചിരി കൂടെ സ്ഥലമുണ്ട് ഗൈസ്. അത് ഞാൻ വെച്ചേക്കുന്നത് നമുക്കൊരു ഗെയിമിംഗ് റൂം ആക്കാൻ വേണ്ടിയാണ്. ഗെയിമിംഗ് റൂമൊക്കെ എത്ര ഡീറ്റെയിൽ ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇനിയാണെങ്കിൽ നമുക്ക് താഴോട്ട് പോയി നോക്കാം. നമുക്ക് കിച്ചണൊക്കെ പോയി നോക്കാം ഗൈസ്. കിച്ചൺ വരുന്നതെന്ന് വെച്ചാൽ ഈ സൈഡിൽ കാണുന്നത്. ഞാൻ ഇതെങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്? ഇവിടെ ഒന്നുമല്ല, ഇവിടെ നമ്മളൊക്കെ ആദ്യം പറഞ്ഞ ഗൈസ് കിച്ചൺ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഗൈസ്. ഞാനിപ്പോൾ അങ്ങോട്ടല്ലേ പോകുന്നത് ഗൈസ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഡൈനിങ് ഹാളാണ്. കിച്ചൺ നമുക്ക് അടുത്തോട്ടം കാണിക്കാം ഗൈസ്. ഇത് ഡൈനിങ് ഹാളാണ്. നമുക്ക് എന്തെങ്കിലും ഇരുന്ന് കഴിക്കാനൊക്കെ ആണ്. ഗൈസ്, ഇതും വേറൊരു സോഫയാണ്. നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഇരുന്ന് ലൈവ് കാണാനുള്ള. പിന്നെ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ കിച്ചൺ. കിച്ചൺ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ സീൻ സാധനം ഫുള്ള് ഗ്ലാസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ട് ഒരു ഡൈനിങ് ടേബിളൊക്കെ ഗൈസ്. ഈ കിച്ചണാണ് നല്ല രീതിക്ക് സ്പേസ് ഉള്ള ഒരു കിച്ചണാണ്. നമുക്ക് സ്വിമ്മിംഗ് പൂളിലോട്ട് പോവാം. സ്വിമ്മിംഗ് പൂളിൽ ഗൈസ്, സ്വിമ്മിംഗ് പൂൾ ഇതാണ്. അത്യാവശ്യം വലിയ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളാണ് കേട്ടോ. നമുക്കാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡ് വഴി പോയി ഞാൻ അവിടെയൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ കുറേ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടേബിള്, കട്ടിൽ അതെല്ലാം ഉണ്ട് ഇവിടെ ഗൈസ്. ഞാൻ പറഞ്ഞ മീറ്റപ്പ് ചെയ്യാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഗൈസ് ആ കാണുന്നതാണ്. നമുക്ക് 2 റമ്മൊക്കെ അടിച്ച് അവിടെ ഇരുന്ന് മീറ്റപ്പ് ചെയ്യാം. മീറ്റപ്പ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് അവിടെ ഇവിടെ കിടക്കാനുള്ളതാണ്. നമുക്ക് റമ്മൊക്കെ അടിച്ച് ഗൈസ്. അപ്പുറത്താണ് നമ്മൾ മീറ്റപ്പൊക്കെ ചെയ്യുന്നത്. അവിടെ ആണെങ്കിൽ നല്ല കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ സ്വിമ്മിംഗ് പൂളെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന് അത്യാവശ്യം നല്ല ആഴവും കാര്യങ്ങളും. നമുക്കാണെങ്കിൽ ഇനി അപ്പുറത്ത് മീറ്റപ്പ് ചെയ്യുന്ന സ്ഥലത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. അവിടെ ആണെങ്കിൽ നല്ല രീതിക്ക് നല്ല സാധനങ്ങളൊക്കെയാണ് ഗൈസ് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കട്ടിലുണ്ട്, പിന്നെ സോഫയുണ്ട്. അതൊക്കെ നല്ല പക്കയായിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ, ഇവിടെ ഫുള്ള് ഗ്രാസൊക്കെ ഇട്ട്, പിന്നെ നമുക്ക് ക്യാമ്പ് ഫയറൊക്കെ ഇവിടെ കത്തിച്ച് വെക്കാൻ പറ്റും ഗൈസ്. പിന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ കാണുന്ന ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. നിങ്ങൾ കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നീല കളറിലെ ഗ്ലാസ് ഇട്ട ഒരു വെള്ള കളറിലെ നീളത്തിൽ ഗൈസ്, അതാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഗൈസ്. പിന്നെ മേളിൽ ബാൽക്കണി നിന്നാൽ നല്ല രീതിക്കുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മേളിലല്ല, താഴെ നിന്നാലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ അപ്പുറത്ത് ആ മതിലിട്ട് കാണുന്നത്, മഞ്ഞയും പച്ചയും മതിൽ കാണുന്നതെന്ന് വെച്ചാൽ ഗൈസ് എന്തോ പാർക്കും കാര്യങ്ങളൊക്കെ. ഈ വീട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലത്താണ്. നല്ലൊരു സിറ്റിയും കാര്യങ്ങളും അടുത്ത്, ഹോസ്പിറ്റലൊക്കെ ഉള്ള അടുത്താണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.